2014 മൻമോഹൻ സിംഗ് സർക്കാർ പടിയിറങ്ങുമ്പോൾ രൂപയുടെ മൂല്യം $1 59 ഇന്ന് ദിവസവും 18 മണിക്കൂറും പണിയെടുക്കുന്നുവെന്ന് കൊട്ടാരം വിദൂഷകന്മാർ സ്തുതി പാടുന്ന, രാജ്യം നന്നാക്കാനെന്ന വ്യാജേനെ ഭാര്യയെ, ഒരു പാവം സ്ത്രീയെ ഉപേക്ഷിച്ച സംഘപുത്രൻ പരംപൂജനീയ ജിയുടെ കർമ്മഫലമായി $1 രൂപയുടെ മൂല്യം. അപ്പോഴും 59 നിന്ന് 84 ആയല്ലോ എന്ന് ആഘോഷിക്കുന്ന ഒരേ ഒരു വിഭാഗം ഈ രാജ്യത്ത് കാണും, പമ്പര വിഡ്ഢികളായ സംഖ്യ. രൂപയുടെ മൂല്യം പാതാളം തൊടുമ്പോൾ രാജ്യത്ത് വിലക്കയറ്റം ISRO വിക്ഷേപിച്ച റോക്കറ്റിന് മുകളിൽ പറക്കുകയാണ്. ഒക്കച്ചങ്ങാതിമാരായ കോർപ്പറേറ്റുകളുടെ ആർത്തി പൂണ്ട ഉദരം നിറക്കുക എന്നത് മാത്രമായി ഈ വിവരം കെട്ടവന്മാരുടെ താല്പര്യം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒഴിഞ്ഞ വേറുമായി 30 കോടി ജനങ്ങളും കാലിയായൊരു ഖജനാവും മാത്രമേ നെഹ്റുവിൻ്റെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. ഇത്രമേൽ ബഹുസ്വരമായി ഈ നാട് നിമിഷാർദ്ധത്തിൽ ശിഥിലമാകുമെന്ന് പ്രവചിച്ചവരെ പോലും ഞെട്ടിച്ച് പഞ്ചവത്സര പദ്ധതികൾ കൊണ്ടും ദീർഘവീക്ഷണമുള്ള രാഷ്ട്രനിർമ്മാണം കൊണ്ടും ശാസ്ത്രചിന്തയിലും മതനിരപേക്ഷ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മൂല്യങ്ങളിലും ഉറച്ചു നിന്ന് ഈ നാടിനെ നയിച്ച നേതാവിൻ്റെ പേര് കേട്ടാൽ എന്നും സംഘികളുടെ മൂട്ടിൽ തീപിടിക്കും. ചേരിചേരാ നയവും രാജ്യം ഇന്നും അഭിമാനിക്കുന്ന സ്ഥാപനങ്ങളും ഈ രാജ്യത്തിന് സമ്മാനിച്ച നെഹ്റു വിദേശങ്ങളിൽ ചെല്ലുമ്പോൾ ആർക്കും കിട്ടാത്ത സ്വീകരണങ്ങൾ കിട്ടിയത് അതിശയിപ്പിക്കുന്ന അവിടുത്തെ ജ്ഞാനം കൊണ്ടും ജനാധിപത്യ മര്യാദകൾ കൊണ്ടുമായിരുന്നു. മിസ്റ്റർ മോഡി, നിങ്ങൾ എത്ര ശ്രമിച്ചാലും എത്ര PR ഗിമ്മിക്കുകൾ അവതരിപ്പിച്ചാലും ഒരിക്കലും എത്തിപ്പെടാനാവാത്തത്ര ഉയരത്തിലാണ് നെഹ്റു.